യേശുവിന്റെ മൂന്നാം നാളത്തെ ഹല്ലേലൂയ പുനരുദ്ധാരണം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ സകല പാപത്തെയും കഴുകിക്കളഞ്ഞ് നമ്മളെ വിക്ടറിയയിലേക്ക് ഒരു ജയത്വത്തിലേക്ക് നമ്മളെ കൂട്ടി ഒരുമിപ്പിച്ചു നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുവിന്റെ മരണത്തെയും ഹല്ലേലൂയ ഉയർപ്പിനെയും നമ്മുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിന്റെ സകല മേഖലകളിലേക്കും എടുത്ത് രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ജയകരമായ ജീവിതം ഈ ലോകത്ത് സംഭവിക്കത്തുള്ളൂ. എന്നാൽ ഇന്നും പലരും യേശു തിരുവഴുത്തുകളിലൂടെ നമ്മളോട് അരുളി ചെയ്തതിനെ മറന്നുകൊണ്ട് ഇന്ന് പലരും ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ കല്ലറകൾക്ക് പോലും ഹല്ലേലൂയ ഒഴിഞ്ഞു നോക്കുന്നവരത്ര ഈ ലോകത്തുള്ളത്. ഇല്ലെങ്കിൽ ആ മലമുകളിൽ പോയി അവനെ ക്രൂശിക്കപ്പെട്ടെടുത്ത് ഹല്ലേലൂയ കടന്നുപോയി ത്യാഗങ്ങൾ സഹിച്ചു ഹല്ലേലൂയ യേശുവിന്റെ ശരീരത്തെ അടികളെ സ്വന്തം ശരീരത്തെ ഏറ്റുവാങ്ങുന്നവരത്ര ഇന്ന് ലോകത്തുള്ളത്. ഇതെല്ലാം ഈ ലോകത്തായിരിക്കുമ്പോൾ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ഒരു മഹാപാപമാണ് എന്നുള്ളവർ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ സകലതും നിവർത്തിയാക്കി എന്നത്രേ വചനം പറയുന്നത്. സകലതിനെ നിവർത്തിയാക്കിയതിനെ വീണ്ടും പണിയുവാനത്രേ മനുഷ്യർ ശ്രമിക്കുന്നത്. യഥാർത്ഥമായി നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ തഴച്ചു വളരുക തന്നെ ചെയ്യുമത്രേ. അവർ ആട്ടരകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കുമെന്ന് വചനം പറയുന്നു.